ഹായ് ഗൈസ്, ദിസ് ഇസ് ബിനി ബി ഫൈനൽ ഇയർ സ്റ്റുഡൻറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹോസ്റ്റലിലാണ്, ലേഡീസ് ഹോസ്റ്റൽ 1-ലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ലേഡീസ് ഹോസ്റ്റലിൽ ഒരു 1-2 കമൻറ്റ്സ് എനിക്ക് വന്നിരുന്നു, ചേച്ചി ഹോസ്റ്റൽ ടൂർ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട്. സോ അവർക്ക് വേണ്ടിയിട്ടാണ്. ഹായ് ഹലോ എവരി വൺ, ദിസ് ഇസ് ബിനി ബി. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹോസ്റ്റൽ ടൂറാണ് വിംസിൻ്റെ. സോ നമുക്ക് ഇവിടെ നമുക്ക് ആക്ച്വലി 2 ഹോസ്റ്റലാണുള്ളത്. ഒന്ന് ലേഡീസ് ഹോസ്റ്റൽ 1ഉം പിന്നെ ലേഡീസ് ഹോസ്റ്റൽ 2 ആണുള്ളത്. സോ ഇതെന്ന് പറയുന്നത് ലേഡീസ് ഹോസ്റ്റൽ 1 ആണ്. പണ്ട് തൊട്ട് ഏറ്റവും ഫസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഹോസ്റ്റലാണ്. സോ നമുക്കാണ് ഇവിടെ മെയിനായിട്ടും നമ്മുടെ ഫസ്റ്റ് ഇയേഴ്സ് ഇവിടെ ഉണ്ടാവില്ല. സെക്കൻഡ് ഇയർ, തേർഡ് ഇയേഴ്സ്, ഫൈനൽ ഇയേഴ്സ് ആയിരിക്കും ഇവിടെ ഉണ്ടാവാം. ഫസ്റ്റ് ഇയേഴ്സ് നമുക്ക് തൊട്ടപ്പുറത്തുള്ള ലേഡീസ് ഹോസ്റ്റൽ 2-ലാണ് ഉണ്ടാവുക. ഓക്കെ, ഞാൻ അതും കാണിച്ചതാണ് കേട്ടോ. സോ ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ ഒരു റൂം എന്ന് പറയുന്നത്. ഇവിടെ ആക്ച്വലി 3 പേർക്കാണ് ഈ റൂം. ഇതിന് കണക്ഷൻ റൂമായിട്ട് തൊട്ടപ്പുറത്ത് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ അടുത്ത് 3 പേര്. അപ്പോൾ അങ്ങനെ ടോട്ടൽ 6 പേരായിരിക്കും ഉണ്ടാവും. ഇതിനകത്ത് ഈ റൂമിൽ 3 പേർക്കും അപ്പുറത്തെ റൂമിൽ 3 പേർക്കും ഒറ്റ ബാത്റൂമും പിന്നെ ഒരു വാഷിംഗ് ഏരിയയാണ്. പിന്നെ അത് സോ ഇതാണ് നമ്മുടെ ഞാൻ പറഞ്ഞ കണക്ഷൻ എന്ന് പറയുന്നത്. ഈ കണക്ഷൻ ഇവിടെയാണ് നമുക്ക് ടോയ്ലറ്റും അതേപോലെ തന്നെ ബാത്റൂമും ഉണ്ട്. സോ ഇവിടെ നമുക്ക് ടോയ്ലറ്റാണ്, എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ പിന്നെ ഇവിടെ നമുക്ക് ഗീസറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫെസിലിറ്റീസ്. നമുക്ക് ബാത്റൂം, സോ ഗീസറൊക്കെ നമുക്ക് ഇവിടെ തന്നെയുണ്ട്. നമുക്ക് തണുത്ത വെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളമൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ ഇവിടെയാണ് നമ്മുടെ ഒരു വാഷിംഗ് ഏരിയ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ കണക്ഷൻ റൂം എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് ഒരു ഇത് വരുന്നത്. ആൻഡ് സെയിം പോലെ തന്നെ 3 ബെഡ്റൂം, അതേപോലെ തന്നെ 3 ടേബിൾ ഉണ്ടാവും, 3 ചെയർ ഉണ്ടാവും. സോ നമുക്ക് എല്ലാവർക്കും ഒരു സെപ്പറേറ്റ് ടേബിൾ, ഒരു ചെയർ, പിന്നെ ഒരു വാർഡ്രോബ്, പിന്നെ അതേപോലെ തന്നെ ഒരു ഷെൽഫ് ഉണ്ടാവും. ഇങ്ങനെയാണ് നമ്മുടെ റൂമിന്റെ സെറ്റിംഗ്സ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് 3 പേർക്കായിട്ട് നിൽക്കുന്ന ഒരു റൂമാണ്. അതേപോലെ തന്നെ നമുക്ക് സിംഗിൾ റൂംസ് അവൈലബിൾ ആണ്. സോ സിംഗിൾ റൂംസ് ഞങ്ങൾക്ക് അവിടുത്തെ ഹൗസിലാണ് കിട്ടുക. പിന്നെ എന്താണ് പിന്നെ നമുക്ക് വെച്ചാൽ 3 പേർക്ക് മാത്രമായിട്ട് സെപ്പറേറ്റ് അങ്ങനെയുള്ള റൂംസ് ഇവിടെ അവൈലബിൾ ആണ്. സോ ഇതാണ് നമ്മുടെ ഹോസ്റ്റലിന്റെ റൂം. നമ്മൾ ഓൾറെഡി ഇപ്പോൾ റൂമിൻ്റെ കാര്യം പറഞ്ഞു. റൂമിൽ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമും ടോയ്ലറ്റും ഉണ്ട്, വാഷിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഒരു ഓരോ ഫ്ലോറിലും കോമൺ ബാത്റൂമും കോമൺ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. സോ ഇവിടെ തന്നെ ഓരോ ഫ്ലോറിലായിട്ട് നമുക്ക് വാഷിംഗ് മെഷീനും ഉണ്ട്. സോ വാഷിംഗ് മെഷീൻ ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ലോണ്ടറി ഏരിയയിലാണ്. സോ ഇവിടെയാണ് നമ്മുടെ ബാച്ചിലെ കുട്ടികളും അതേപോലെ തന്നെ നമ്മുടെ ജൂനിയേഴ്സിനും ഇവിടെ വേണമെങ്കിൽ ഇടാം. അവർക്ക് വേറെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ ഓൾറെഡി ഉണ്ട്. സോ ഇതാണ് നമ്മുടെ ലോണ്ടറി ഏരിയയൊക്കെ. പ്രശ്നം വെച്ചാൽ മങ്കീസിൻ്റെ ഭയങ്കര ശല്യം ഉള്ളതുകൊണ്ട് എല്ലാം നെറ്റൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കി വെച്ചതാണ്. സോ ഇതാണ് വിശാലമായ സ്റ്റഡി ഹോൾ എന്ന് പറയുന്നത്. ആരുമില്ല, കാരണം വെച്ചാൽ ഇത് മുന്നേ പറഞ്ഞ പോലെ തന്നെ 90 ബാച്ചിൻ്റെ ആയിരുന്നു. സോ അവർ പോയി നമ്മുടെ എല്ലാ പിള്ളേരും വന്നിട്ട് സെറ്റിൽ ആവുന്നേ ഉള്ളൂ. ഇപ്പം ഇതാണ് കുറേ ടേബിൾസ് ഇവിടെ നമുക്ക് വൈഫൈ ഉണ്ട് കേട്ടോ. എല്ലാ സ്റ്റഡി ഹാളിലും വൈഫൈ ഉണ്ട്. അതേപോലെ തന്നെ എല്ലാ ഫ്ലോറിലും നമുക്ക് വൈഫൈ ഉണ്ട്. അപ്പം നമ്മുടെ ഹോസ്റ്റലിൻ്റെ ഒരു ഏരിയ ആണ്. അപ്പം ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് നമുക്ക് ജിമ്മുണ്ട്. ജിമ്മുണ്ട്. ഇവിടെ കുറെ ടേബിളിൽ കുറെ പുസ്തകങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് വാള് കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് വാർഡ്രോബും ഉണ്ട്. പിന്നെ സോ ഗൈസ്, ഇതാണ് ഇപ്പോൾ നമ്മുടെ റൂമിൻ്റെ വിശേഷം. ഇനി ബാക്കി കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതാണ്. സോ അതുവരേക്കും ഗുഡ് ബൈ.